എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. പേജ് നമ്പർ 127 നിന്നുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ഓക്കെ, 241 ക്വസ്റ്റ്യൻ നമ്പർ 241 241. ആഫ്റ്റർ ദ ഫസ്റ്റ് 3 weeks എ പ്രഗ്നന്റ് വുമൺ ഷുഡ് ഗെയിൻ എ വെയ്റ്റ് ഓഫ് 2 kg എവറി മന്ത്. സോ നമുക്കൊരു ചോദ്യമായിട്ട് ചോദിക്കാം, ആഫ്റ്റർ ഫസ്റ്റ് 3 weeks ഹൗ ഡു ദ വെയ്റ്റ് ഇൻക്രീസിങ് ഓഫ് ആൻ വുമൺ ഷുഡ് ഹാപ്പൻ, പ്രഗ്നൻ്റ് വുമൺ ഷുഡ് ഹാപ്പൻ. ഓക്കെ, അതായത് പ്രഗ്നൻ്റായ ഗർഭിണിയായ ഒരു സ്ത്രീക്ക് എങ്ങനെയായിരിക്കണം ആദ്യത്തെ 3 ആഴ്ച കഴിഞ്ഞതിന് ശേഷം അവളുടെ ഭാരത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം. ഓക്കെ, അപ്പോൾ നമുക്ക് ഉത്തരം ഇങ്ങനെ എഴുതാം. ആഫ്റ്റർ ദ ഫസ്റ്റ് 3 weeks, അതായത് ആദ്യത്തെ 3 ആഴ്ച കഴിഞ്ഞതിന് ശേഷം എ പ്രഗ്നൻ്റ് വുമൺ, അതായത് ഗർഭിണിയായിരിക്കുന്ന സ്ത്രീ ഷുഡ് ഗെയിൻ വെയ്റ്റ്, അവൾ ഭാരം ആർജിക്കണം അല്ലെങ്കിൽ തൂക്കം കൂട്ടണം ഓഫ് 2 kg എവരി മന്ത്, എല്ലാ മാസവും 2 കിലോ തൂക്കം വീതം കൂട്ടണം. അങ്ങനെ തൂക്കം കൂട്ടുന്നില്ലെങ്കിൽ ആ സ്ത്രീക്ക് എന്തോ ആരോഗ്യ പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അവൾക്ക് അനിവാര്യമായ സമീകൃത ആഹാരം നൽകി അവളുടെ തൂക്കം കൂട്ടേണ്ടതാണ്. ഇനി 242ാമത്തെ ചോദ്യം, ദ ബ്ലഡ് ടെസ്റ്റ് നീഡ് ടു ബി ഡൺ ഫോർ പ്രഗ്നന്റ് വുമൺ ആർ, അതായത് ഒരു ബ്ലഡ് ടെസ്റ്റ്, അതായത് രക്തപരിശോധന ഏതെല്ലാമാണ്? വിച്ച് ആർ ദ ബ്ലഡ് ടെസ്റ്റ് നീഡ്സ് ടു ബി ഡൺ ഫോർ എ പ്രഗ്നന്റ് വുമൺ, ഏതെല്ലാമാണ് ഗർഭിണിയായ ഒരു സ്ത്രീക്ക് നൽകേണ്ട ബ്ലഡ് പരിശോധന അല്ലെങ്കിൽ രക്തപരിശോധന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഉത്തരമായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, ദ ബ്ലഡ് ടെസ്റ്റ് നീഡ് ടു ബി ഡൺ ഫോർ എ പ്രഗ്നന്റ് വുമൺ ആർ ബ്ലഡ് ഗ്രൂപ്പ്, അതായത് ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ചെക്ക് ചെയ്യണം. ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡ്, അതായത് ഹീമോഗ്ലോബിൻ്റെ അളവ് ബ്ലഡിൽ എത്രമാത്രം ഉണ്ടെന്ന് നോക്കണം. ഗ്ലൂക്കോസ്, അത് ഗ്ലൂക്കോസ് എത്രമാത്രം ഉണ്ടെന്ന് നോക്കണം. ആൻഡ് TSH എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബ്ലഡ് ടെസ്റ്റുകളെല്ലാമാണ് ഒരു പ്രഗ്നൻ്റ് ആയ സ്ത്രീക്ക് അല്ലെങ്കിൽ ഗർഭിണിയായ സ്ത്രീക്ക് നൽകേണ്ടത്. ഓക്കെ, 243ാമത്തെ ചോദ്യം, ദ യൂറിൻ ടെസ്റ്റ് നീഡ് ടു ബി ഡൺ ഫോർ എ പ്രഗ്നന്റ് വുമൺ ആർ ടെസ്റ്റ് ഓഫ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. അപ്പോൾ വിച്ച് യൂറിൻ ടെസ്റ്റ് നീഡ്സ് ടു ബി ഡൺ ഫോർ എ പ്രഗ്നന്റ് വുമൺ, എന്തിനാണ് അല്ലെങ്കിൽ വൈ ദ യൂറിൻ ടെസ്റ്റ് ഈസ് ഡൺ ഫോർ എ പ്രഗ്നന്റ് വുമൺ, എന്തിനാണ് ഒരു പ്രഗ്നന്റ് വുമണ്, ഒരു ഗർഭിണിയായിരിക്കുന്ന സ്ത്രീക്ക് യൂറിൻ ടെസ്റ്റ് അല്ലെങ്കിൽ മൂത്രപരിശോധന നടത്തുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ദ യൂറിൻ ടെസ്റ്റ് നീഡ്സ് ടു ബി ഡൺ, അതായത് യൂറിൻ ടെസ്റ്റ് ചെയ്യണം എന്തിനാണ്? ഫോർ എ പ്രഗ്നന്റ് വുമൺ, ഗർഭിണിയായിരിക്കുന്ന സ്ത്രീക്ക് ഫോർ ദ ടെസ്റ്റ് ഓഫ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അതായത് യൂറിനറി ട്രാക്ട്, അതായത് യൂറിൻ പാസ് ചെയ്യുന്ന ആ കുഴലുകളിൽ ഉള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻ, എന്തെങ്കിലും അണുബാധ ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഗർഭിണിയായ ഒരു സ്ത്രീക്ക് യൂറിൻ ടെസ്റ്റ് നടത്തേണ്ടത്. ഓക്കെ, ഇനി 244ാമത്തെ ചോദ്യം, ദ കോമൺ ടെസ്റ്റ് ഡൺ ഫോർ പ്രഗ്നന്റ് വുമൺ ആർ HIV ഇൻഫെക്ഷൻ, അനീമിയ, ജസ്റ്റേഷണൽ ഡയബറ്റിക്സ് ആൻഡ് മലേറിയ. വിച്ച് ആർ ദ കോമൺ ടെസ്റ്റ് ഡൺ ഫോർ എ പ്രഗ്നന്റ് വുമൺ, ഏതെല്ലാമാണ് സാധാരണയായിട്ട് ഒരു ഗർഭിണിയായിരിക്കുന്ന സ്ത്രീക്ക് നടത്തുന്ന ടെസ്റ്റുകൾ? വിച്ച് ആർ ദ കോമൺ ടെസ്റ്റ്, ഏതെല്ലാമാണ് സാധാരണയായുള്ള ടെസ്റ്റുകൾ അല്ലെങ്കിൽ പരിശോധനകൾ ഡൺ ഫോർ എ പ്രഗ്നന്റ് വുമൺ, ഒരു ഗർഭിണിയായ സ്ത്രീയിന്മേൽ നടത്തുന്നത്? ഓക്കെ, അതിന് ഉത്തരം നമുക്കിങ്ങനെ എഴുതാം, ദ കോമൺ ടെസ്റ്റ് ഡൺ ഫോർ എ പ്രഗ്നന്റ് വുമൺ ആർ, അതായത് സാധാരണ നടത്തുന്ന ഒരു ടെസ്റ്റുകൾ, ഒരു പ്രഗ്നൻ്റ് ആയ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ടെസ്റ്റുകൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ HIV ഇൻഫെക്ഷൻ, അതായത് എയ്ഡ്സിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കും. അനീമിയയുടെ ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. ജസ്റ്റേഷണൽ ഡയബറ്റിക് അല്ലെങ്കിൽ ഗർഭകാല ഡയബറ്റിക്സ് ഉണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ മലേറിയ ഉണ്ടോ എന്നുള്ള ടെസ്റ്റും കോമൺ ആയിട്ട് എല്ലാ ഗർഭിണികൾക്കും നടത്തുന്നതാണ്. ഇനി 245ാമത്തെ ചോദ്യം, after 7 months a urine albumin test is done to check high blood pressure in pregnant woman, അതായത് എന്താണ് ചെയ്യുന്നത്? ആഫ്റ്റർ 7 months, അതായത് 7 മാസം കഴിയുമ്പോൾ which test is done? After 7 months of pregnancy which test is done? A urine albumin test is done. എപ്പോഴാണ്? ആഫ്റ്റർ 7 months, അതായത് 7 മാസം കഴിയുമ്പോൾ യൂറിൻ ആൽബുമിൻ ടെസ്റ്റാണ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി 246ാമത്തെ ചോദ്യം, ദ നീഡ് ഓഫ് ഡൂയിങ് അൾട്രാസൗണ്ട് സ്കാൻ ഫോർ എ പ്രഗ്നന്റ് വുമൺ ഈസ് ടു അസസ് ദ പൊസിഷൻ ഓഫ് പ്ലാസൻഡ, ഗ്രോത്ത് ഓഫ് ദ ഫീറ്റസ്, ജനറ്റിക് അബ്നോർമാലിറ്റീസ് ആൻഡ് പ്രസൻസ് ഓഫ് മോർ ദാൻ 1 എംബ്രിയോ. സോ നമുക്കൊരു ചോദ്യമായിട്ട് ചോദിക്കാം, വൈ എ പ്രഗ്നന്റ് വുമൺ നീഡ്സ് ടു ബി ഡൺ അല്ലെങ്കിൽ അണ്ടർഗോ അൾട്രാസൗണ്ട് സ്കാനിങ്, എന്തിനാണ് ഒരു ഗർഭിണിയായ സ്ത്രീ ഒരു അൾട്രാസൗണ്ട് സ്കാനിങ്ങിന് വിധേയയാകേണ്ടത്? വൈ, എന്തിനാണ് എ പ്രഗ്നന്റ് വുമൺ, ഗർഭിണിയായ സ്ത്രീ വിധേയയാകണം അൾട്രാസൗണ്ട് സ്കാനിങ്ങിന് വിധേയയാകേണ്ടത്? ഓക്കെ, ഉത്തരം ഇങ്ങനെ എഴുതാം, ദ നീഡ് ഓഫ് ഡൂയിങ് അൾട്രാസൗണ്ട് സ്കാൻ ഫോർ എ പ്രഗ്നന്റ് വുമൺ ഈസ്, അതായത് ഒരു ഗർഭിണിയായ സ്ത്രീ അൾട്രാസൗണ്ട് സ്കാനിന് വിധേയയാകേണ്ടതിൻ്റെ കാരണം അല്ലെങ്കിൽ ആവശ്യം, നീഡ്, ആവശ്യം, ഓക്കെ, ഈസ് ടു അക്സസ് ദ
പൊസിഷൻ ഓഫ് പ്ലാസൻ്റയുടെ പൊസിഷൻ ഏതാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ ഗ്രോത്ത് ഓഫ് ദ ഫീച്ചേഴ്സ് എങ്ങനെയാണ് ഗർഭത്തിൽ കിടക്കുന്ന ആ ശിശുവിൻ്റെ വളർച്ചയെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, ജനറ്റിക് അബ്നോർമാലിറ്റീസ് എന്തെങ്കിലും ജനിതകപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്, ദ പ്രസൻസ് ഓഫ് മോർ ദാൻ വൺ എംബ്രിയോ, ഒന്നിൽ കൂടുതൽ എംബ്രിയോ ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ വളരുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട്, ഒരു കൊച്ചാണോ 2 കൊച്ചാണോ 3 കൊച്ചാണോ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉള്ളത് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, സൗണ്ട് സ്കാനിങ് നടത്തണം. ഓക്കെ, ഇനിയുള്ളത് 247 ചോദ്യമാണ്. ഇൻ പ്രഗ്നന്റ് വുമൺ ആൻ അൾട്രാസൗണ്ട് സ്കാൻ ഈസ് യൂഷ്വലി ഡൺ ബിറ്റ്വീൻ 8 to 12 weeks. വെൻ വി ഡു എ അൾട്രാസൗണ്ട് സ്കാനിങ് ഫോർ എ പ്രഗ്നന്റ് വുമൺ, എപ്പോഴാണ് നമ്മൾ ഒരു പ്രഗ്നന്റ് വുമൺ അല്ലെങ്കിൽ ഗർഭിണിയായ ഒരു സ്ത്രീക്ക് അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുന്നത്? ഓക്കെ, അതിന് ഉത്തരം ഇങ്ങനെ എഴുതാം. ഇൻ പ്രഗ്നന്റ് വുമൺ, ഗർഭിണിയായ സ്ത്രീയിൽ ആൻ അൾട്രാസൗണ്ട് സ്കാൻ ഈസ് യൂഷ്വലി ഡൺ, അൾട്രാസൗണ്ട് സ്കാനിങ് സാധാരണയായി ചെയ്യുന്നത് ബിറ്റ്വീൻ 8 to 14 weeks, അതായത് 8 മുതൽ 14 ആഴ്ചയ്ക്കുള്ളിലാണ്. ഇനി 248 ചോദ്യം. Pregnant women are given vaccines to protect the mother and fetus from infections like TT, rubella vaccine. അപ്പോൾ നമ്മളോട് ഇങ്ങനെ ചോദിക്കാൻ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, റൈറ്റ് ഫ്യൂ വാക്സിൻസ് വിച്ച് ആർ ഗിവൺ ടു എ പ്രഗ്നൻറ്റ് വുമൺ, അതായത് ഗർഭിണിയായ ഒരു സ്ത്രീക്ക് നൽകുന്ന വാക്സിനുകളുടെ അല്ലെങ്കിൽ നൽകുന്ന ചില വാക്സിനുകളുടെ അല്ലെങ്കിൽ 2 വാക്സിനുകളുടെ പേരെഴുതുക എന്നൊരു ചോദ്യമാണെങ്കിൽ, അല്ലെങ്കിൽ റൈറ്റ് ദ നെയിംസ് ഓഫ് ദ വാക്സിൻസ് ഗിവൺ ടു എ പ്രഗ്നൻറ്റ് വുമൺ, അതായത് ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീക്ക് നൽകുന്ന വാക്സിനുകളുടെ പേരെഴുതുക എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം. പ്രഗ്നൻറ്റ് വുമൺ ആർ ഗിവൺ വാക്സിൻസ്, അതായത് ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകൾക്ക് നൽകുന്ന വാക്സിൻസ് ഏതെല്ലാമാണ്? TT, റൂബെല്ല വാക്സിൻ എക്സെട്രയാണ്. TTയും റൂബെല്ല വാക്സിനുമാണ് നമുക്ക് ഉദാഹരണമായിട്ട് എഴുതാം. എന്തിനാണ് അവ നൽകുന്നത്? വൈ ദ വാക്സിൻസ് ആർ ഗിവൺ ടു പ്രൊട്ടക്ട് ദ മദർ ആൻഡ് ഫീച്ചേഴ്സ് ഫ്രം ഇൻഫെക്ഷൻസ്, അതായത് അമ്മയെയും കുഞ്ഞിനെയും ഇൻഫെക്ഷനുകളിൽ നിന്നും അണുബാധയിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രഗ്നൻറ്റ് വുമൺ എന്ത് ചെയ്യുന്നത്? വുമണിന് അല്ലെങ്കിൽ പ്രഗ്നൻറ്റ് ഗർഭിണിയായിരിക്കുന്ന സ്ത്രീക്ക് എന്ത് നൽകുന്നത്? വാക്സിൻ നൽകുന്നത്. ഇനി 249 ചോദ്യം. സ്പെസിഫിക് എക്സാമിനേഷൻസ്, അതായത് സ്കാനിങ് ആൻഡ് ബ്ലഡ് ടെസ്റ്റ് പെർഫോംഡ് ബിറ്റ്വീൻ 11 to 13 weeks ഓഫ് പ്രഗ്നൻസി ക്യാൻ ഡിറ്റക്ട് ജനറ്റിക് അബ്നോർമാലിറ്റീസ് ഓഫ് ദ ഫീച്ചസ്. അപ്പോൾ എപ്പോഴാണ് ഒരു ഫീറ്റസിൻ്റെ ജനറ്റിക് അബ്നോർമാലിറ്റീസ് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്? വെൻ ക്യാൻ വി ഡിറ്റക്ട് ദ ജനറ്റിക് അബ്നോർമാലിറ്റീസ് ഓഫ് എ ഫീറ്റസ്, എപ്പോഴാണ് ഒരു ജനറ്റിക് അബ്നോർമാലിറ്റീസ് ജനിതകപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നത്? സ്പെസിഫിക് എക്സാമിനേഷൻ, അതായത് സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും പെർഫോംഡ് ബിറ്റ്വീൻ, അതായത് നടത്തുന്നത് ബിറ്റ്വീൻ ഇടയിൽ 11 to 13 weeks, അതായത് 11 മുതൽ 13 ആഴ്ച വരെയുള്ളത് ഓഫ് പ്രഗ്നൻസി, ഗർഭിണിയായി 11 മുതൽ 13 ആഴ്ച വരെയുള്ള ആ സമയത്ത് നടത്തുന്ന സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും എന്താണ്? ക്യാൻ ഡിറ്റക്റ്റ്, അതിന് കണ്ടെത്തുവാനായിട്ട് സാധിക്കും ജനറ്റിക് അബ്നോർമാലിറ്റീസ് ഓഫ് ദ ഫീച്ചേഴ്സ്, അതൊരു ഫീച്ചസിലുണ്ടാകുന്ന അബ്നോർമാലിറ്റീസ് ഏതെല്ലാമാണെന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ പോകുന്നത് 250 ചോദ്യത്തിലേക്കാണ്. ഡൗൺ സിൻഡ്രം ഈസ് എ ജനറ്റിക് ഡിസോർഡർ വേർ എ പേഴ്സൺ ഹാസ് ആൻ എക്സ്ട്രാ കോപ്പി ഓഫ് ക്രോമോസോം 11. അപ്പോൾ വാട്ട് ഈസ് ഡൗൺ സിൻഡ്രം എന്നൊരു ചോദ്യം വന്നാൽ നമ്മൾ ഇങ്ങനെ എഴുതുക, എന്താകുന്നു ഡൗൺ സിൻഡ്രം, എന്താണ് വാട്ട് ഈസ്, എന്താകുന്നു ഡൗൺ സിൻഡ്രം, ഡൗൺ സിൻഡ്രം എന്ന് വെച്ചാൽ എന്താണ്? ഡൗൺ സിൻഡ്രം ഈസ് എ ജനറ്റിക് ഡിസോർഡർ, ഡൗൺ സിൻഡ്രം എന്ന് പറയുന്നത് ജനിതകപരമായ ഒരു പ്രശ്നമാണ്. വേറെ പേഴ്സൺ ഹാസ്, അവിടെ ഒരു വ്യക്തിക്ക് ഹാസ് ഉണ്ടാകും, ആൻ എക്സ്ട്രാ കോപ്പി ഓഫ് ക്രോമോസോം 21, അവന് ഒരു എക്സ്ട്രാ ഒരു കോപ്പി കൂടി ഉണ്ടായിരിക്കും. എന്തിൻ്റെയാണ്? ക്രോമോസോം 21ൻ്റെ 21ൻ്റെ ഒരു എക്സ്ട്രാ കോപ്പി ഉണ്ടെങ്കിൽ അവൻ വ്യക്തിക്ക് ഉണ്ടാകുന്ന പ്രശ്നത്തിന് പറയുന്നതാണ് ഡൗൺ സിൻഡ്രം എന്ന്. 251 ചോദ്യം. ഡൗൺ സിൻഡ്രം വിക്ടിംസ് ഹാവ് എ ടോട്ടൽ ഓഫ് 47 ക്രോമോസോംസ് ഇൻസ്റ്റെഡ് ഓഫ് 46, അതായത് ഹൗ മെനി ക്രോമോസോംസ് എ ഡൗൺ സിൻഡ്രം വിക്ടിം ഹാസ്, എത്ര ക്രോമോസോമുകളാണ് ഒരു ഡൗൺ സിൻഡ്രം വിക്ടിമിന് ഉള്ളത്? ഡൗൺ സിൻഡ്രം വിക്ടിം ഹാസ് 47 ക്രോമോസോംസ്, അതായത് 47 ക്രോമോസോമുകളാണ് ഒരു ഡൗൺ സിൻഡ്രം വിക്ടിംസിന് ഉള്ളത്. അപ്പോൾ സാധാരണയായിട്ട് ഒരു വ്യക്തിക്കുള്ള എത്രയാണ്? 46 ക്രോമോസോമുകളാണ്. ഇനി 252 ചോദ്യം. സ്പെസിഫിക് എക്സാമിനേഷൻ പെർഫോംഡ് ബിറ്റ്വീൻ 11 to 13 weeks ഓഫ് പ്രഗ്നൻസി ക്യാൻ ഡിറ്റക്ട് ജനറ്റിക് അബ്നോർമാലിറ്റീസ് ഓഫ് ഡൗൺ സിൻഡ്രം. അപ്പോൾ വെൻ ക്യാൻ വി ഡിറ്റക്ട് ദ
ജനറ്റിക് അബ്നോർമാലിറ്റി ഓഫ് ഡൗൺ സിൻഡ്രം. എപ്പോഴാണ് നമുക്ക് ഒരു ജനറ്റിക് അബ്നോർമാലിറ്റി ആയ ഡൗൺ സിൻഡ്രം കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്? ഓക്കെ, സ്പെസിഫിക് എക്സാമിനേഷൻ, വ്യക്തമായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പരിശോധന പെർഫോംഡ് നടത്തുന്നത് എപ്പോഴാണ്? ബിറ്റ്വീൻ 11 to 13 വീക്സ് ഓഫ് പ്രഗ്നൻസി, അതായത് 11 മുതൽ 13 വരെ ആഴ്ചയ്ക്കുണ്ടാകുന്ന ആ പ്രഗ്നൻസി ക്യാൻ ഡിറ്റക്റ്റ്, അതിന് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ജനറ്റിക് അബ്നോർമാലിറ്റീസ്, ജനിതകപരമായിട്ടുള്ള അബ്നോർമാലിറ്റീസ് ഓഫ് ഡൗൺ സിൻഡ്രം, ഡൗൺ സിൻഡ്രത്തിൻ്റെ ജനറ്റിക് അബ്നോർമാലിറ്റീസ് കണ്ടെത്തുവാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഒരു വീഡിയോയിലേക്ക് പോവുകയാണ്. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു.